ഹായ്, മൺസൂൺ മീഡിയയുടെ റിവ്യൂകളിലേക്ക് വീണ്ടും സ്വാഗതം. റിവ്യൂ കാണുന്ന പ്രേക്ഷകർ മിക്കപ്പോഴും പറയാറുണ്ട് മറ്റു ഭാഷകളിൽ റിവ്യൂ കൂടി പറയണമെന്ന്. തമിഴ്, ഹിന്ദി ചിത്രങ്ങളൊക്കെ കാണാറുണ്ടെങ്കിലും അതിനെക്കുറിച്ച് FB പേജിൽ എഴുതാറുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ പറയുന്നത്. മലയാളത്തിൽ തന്നെയാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഇനി മറ്റു ഭാഷകളിലെ സിനിമ റിവ്യൂ തുടരണോ വേണ്ടതെന്ന് ഇന്നറിയാം. ഭാര്യാഭർത്താക്കന്മാരായ ഗായത്രി, പുഷ്കർ എന്നിവർ ചേർന്ന് സംവിധാനം നിർവഹിച്ച് മാധവൻ, വിജയ് സേതുപതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന സിനിമയാണ് വിക്രം വേദ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് വിക്രം എന്ന പോലീസുകാരൻ്റെയും വേദ എന്ന ഗാങ്സ്റ്ററിൻ്റെയും കഥ പറയുന്നു. മാധവനും വിജയ് സേതുപതിക്കും മലയാളികൾക്കിടയിൽ ഒരുപാട് ആരാധകർ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ വൻ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയ്ക്കായി കാത്തിരുന്നത്. കതിർ, വരലക്ഷ്മി, പ്രേം, ശ്രദ്ധ ശ്രീനാഥ് എന്നിവരെ കൂടാതെ മലയാളികളുടെ പ്രിയങ്കനായ ഹരീഷ് പേരാടിയും ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. പണ്ട് നമ്മൾ കേട്ടിരുന്ന വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും കഥ പോലെയാണ് ഇവിടെ വിക്രത്തിൻ്റെയും വേദയുടെയും കഥാപാത്രങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായാണ് വിക്രം വരുന്നത്. വേദ എവിടെയുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയും അയാളെ പിടിക്കാൻ വിക്രം പോകുന്നിടത്തുമാണ് സിനിമ തുടങ്ങുന്നത്. ഒരു ആക്ഷൻ പാക്ഡ് സിനിമയാണെങ്കിലും സംഭാഷണങ്ങൾക്കിടയിൽ നന്നായി തന്നെ ചിരിക്കാനുള്ള വക പ്രേക്ഷകനുണ്ട്. മാധവന്റെ കഥാപാത്രത്തിന്റെ ഇടപെടലുകളിലും വിക്രം വേദ നേർക്കുനേർ സംഭാഷണങ്ങളിലും അത് കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കിയ സീനുകളും ഇല്ല. അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ വെച്ച് മാരകമായ ഒരു ഇൻട്രോ സീനായിരുന്നു വിജയ് സേതുപതിയുടേത്. സിനിമയുടെ താളം ഒരു തരത്തിലും വിട്ടുപോകാതെ പശ്ചാത്തല സംഗീതവും മികച്ചു നിന്നു. മാധവന്റെ കഥാപാത്രം സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിലെ നായകൻ അദ്ദേഹമാണെന്ന്. അതേസമയം സ്ക്രീനിലേക്ക് വിജയ് സേതുപതി വരുമ്പോൾ അദ്ദേഹം സിനിമയെ ഒറ്റയ്ക്കങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. കൈയടക്കമുള്ള മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ. ഹരീഷ് പേരാടിയും തന്റെ ചേട്ടാ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ഒരു ഫുൾ ത്രിൽ മൂഡിലാണ് സിനിമ പോകുന്നത്. ആദ്യ പകുതിയുടെ ഇരട്ടി വരും രണ്ടാം പകുതി മേക്കിങ്ങിൽ. അവസാനത്തോടെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിരുന്ന് കാണുക. ഒരല്പം ശ്രദ്ധ പാളിപ്പോയ ട്വിസ്റ്റ് വിട്ടുപോയേക്കാം. അവസാനത്തോടെടുക്കുമ്പോൾ വളരെ രസകരമാവുന്നുമുണ്ട് സിനിമ. ആക്ഷൻ, ഇമോഷൻസ്, പ്രണയം, കുടുംബം അങ്ങനെ എല്ലാം ചേർത്ത് വെച്ച് എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് സിനിമയുടെ മേക്കിംഗ്. മലയാള സിനിമയെ ഓർമ്മിപ്പിക്കുന്ന സീനുകൾ കുറച്ചൊക്കെ ഉണ്ട് സിനിമയിൽ. എങ്കിലും അതൊന്നും ആസ്വാദനത്തെ ബാധിക്കില്ല എന്നുറപ്പ്. രണ്ട് പ്രമുഖ താരങ്ങൾ നായകനും വില്ലനുമായി വരുമ്പോൾ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ കാണിക്കുന്ന ക്ലീഷകൾ സിനിമയിൽ കുറച്ചൊക്കെ ഉണ്ട് എങ്കിലും അതിൽ നിന്നും പലയിടത്തും മറികടന്നിട്ടുമുണ്ട്. അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് വിജയ് സേതുപതി. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ടാൽ നമ്മൾ അറിയാതെ അങ്ങയുടെ ഫാനായി പോവും. ഇവിടെയും ഞെട്ടിച്ചിട്ടുണ്ട് കക്ഷി. എന്നത്തെയും പോലെ മാധവനും കിടുക്കി. തമിഴ് സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ് വിക്രം വേദ. ഒരിക്കലും നഷ്ടമാവില്ല. സിനിമാ ദമ്പതികൾക്ക് ഒരു കിടിലൻ കയ്യടി. അത്രയ്ക്ക് മികച്ചതാക്കി ഈ സിനിമയെ അവർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5. റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും അഭിപ്രായങ്ങൾ പറയുമെന്നും പ്രതീക്ഷിക്കുന്നു. വളരെ സന്തോഷം. പുതിയ തരത്തിലുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.